ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു ഡിസൈനിലെ ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആലിയ കട്ട് കുർത്തിയിൽ എങ്ങനെ നീറ്റായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യോക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാതെ വരച്ചിട്ടും ഈ ഒരു ഷേപ്പിന് വരച്ചിട്ടും നമുക്ക് ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഇതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ജോർജറ്റ് ടൈപ്പിലുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ആം ഹോള് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിലേക്ക് കറക്റ്റ് വെക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ ഞാനിവിടെ 1/2 ഇഞ്ച് മാറി ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ്ങിന് താഴെയായിട്ട് വേണം വേറൊരു തുണി ജോയിൻറ്റ് ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് മുകളിൽ കൂടി അതേ ലൈനിൽ കൂടി തന്നെ നമുക്ക് വർക്ക് ചെയ്ത് പോകാം. മെറ്റീരിയലിൽ ഓൾറെഡി ഒരു സിൽവർ സ്റ്റോൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിൽവർ ബീഡ്സ് തന്നെയാണ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. സിൽവർ കട്ട് ബീഡ്സ്, സിൽവർ പൈപ്പ് ബീഡ്സ്, പിന്നെ മെറ്റീരിയലിൻ്റെ അതേ കളറിലുള്ള ഗ്രീൻ കട്ട് ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ആര്യ വർക്ക് ചെയ്യാനായി 14.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. സൂചി ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അതേപോലെയും ചെയ്യാം. പിന്നെ ഞാൻ സെറി ത്രെഡ് സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് സെറി ത്രെഡ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഈസി, അതുകൊണ്ടാണ് ഞാൻ സെറി ത്രെഡ് എടുത്തത്. ഈ ഒരു ഡിസൈനിലാണ് ഞാൻ യോക്ക് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സിൽവർ കളർ കട്ട് ബീഡ്സ്, സെക്കൻഡ് ഗ്രീൻ കട്ട് ബീഡ്സ്, വീണ്ടും സിൽവർ കളർ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ഒരു ലൈൻ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ലൈൻ പോലെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വർക്ക് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഇടത് നിന്ന് വലതോട്ടും വലത് നിന്ന് ഇടതോട്ടുമുള്ള രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതുനിന്നോ വലതുനിന്നോ സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആ രീതിയിൽ വേണം വർക്ക് നിൽക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ആലിയ കട്ടിൻ്റെ ഒരു സെൻറ്റർ പോർഷനില്ലേ, ആ പോർഷനിൽ വന്ന് വർക്ക് നിർത്തിയിട്ട് വേണം പിന്നെ അടുത്ത വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഞാൻ 2 ട്യൂബ് ബീഡ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചും കൊടുക്കാം. ഈ ഒരു മെത്തേഡിലാണ് വർക്ക് പോവേണ്ടത്. ഫസ്റ്റ് 2 ട്യൂബ് ബീഡ്സ്, പിന്നെ ഒരു ലീഫ് ഗ്രീൻ കളർ വെച്ചിട്ട്, പിന്നെ വീണ്ടും ട്യൂബ് ബീഡ്സ്, പിന്നെ വീണ്ടും ലീഫ് സിൽവർ കളറിൽ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ കളറിൽ തന്നെ ഒരു ബീഡ്സ് കൊടുക്കണം. പിന്നെ സിൽവറോ ഗോൾഡോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് കൊടുക്കാം. സെയിം കളർ തന്നെ എല്ലാ മുത്തും കൊടുത്താൽ നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റില്ല. ഈ ഒരു രീതിയിലാണ് ലീഫ് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് 2 ബീഡ്സ്, അതിൻ്റെ സെൻറ്ററിൽ നിന്നും വീണ്ടും 2 ബീഡ്സ്, വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ബീഡ്സേ കൊടുക്കുന്നുള്ളൂ. നെക്കിൽ ചെയ്യുമ്പോൾ ഒരു ബീഡ്സിന് പകരം 2 ബീഡ്സാണ് കൊടുക്കേണ്ടത്. യോക്ക് പോർഷനിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്കിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ വരച്ചിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കാട്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതിൽ വേറൊരു ലൈനിങ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യണം. ഇനി നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് എത്രയാണോ വേണ്ടത് അതേ അളവിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യണം. 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്യാൻവാസ് കറക്റ്റ് ഇതേപോലെ അയൺ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ പേപ്പർ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരും. എന്നിട്ട് ഇതേപോലെ തന്നെ കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസ് ഒന്ന് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിരിക്കും, സൂചി കയറി വരാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിമിൽ വെച്ചും അല്ലാതെയും മാർക്ക് ചെയ്യാം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരും. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത് 2 ഷോൾഡറിലും കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. മുകളിൽ ഞാനൊരു 1/4 ഇഞ്ച് വരെ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. ഇതേപോലെ വേറൊരു തുണി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട്. നെക്കിൻ്റെ ഫസ്റ്റ് ഡിസൈന് സിൽവർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് സിൽവർ ബീഡ്സ് വെച്ച് വന്നിട്ട് വിയുടെ കോർണറിൽ വന്നിട്ട് കെട്ടിട്ട് നിർത്തും. എന്നിട്ടാണ് അടുത്ത സൈഡിലേക്ക് വർക്ക് ചെയ്ത് പോകുന്നത്. ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്ത് പോയാൽ ആ വിയുടെ ഷേപ്പിൽ വന്നിട്ട് ആ ഒരു ഷാർപ്പില്ലാതെ അവിടെ വന്നിട്ട് വളഞ്ഞ് നിൽക്കും. യോക്കിൽ ചെയ്തേക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് നെക്കിലും സ്ലീവിലും വരുന്നത്. യോക്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ എൻഡിൽ 1 ബീഡ്സാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ 2 ബീഡ്സ് കൊടുക്കണം. സ്ലീവിലും നെക്കിലും യോക്കിലും സെയിം വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിനി നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറൊരു പീസ് ലൈനിങ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. കഴുകിയെടുത്ത ലൈനിങ്ങാണ്. ഇല്ലെങ്കിൽ ക്രേപ്പും കോട്ടനും കൂടെ ആകുമ്പോൾ ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പോളിസ്റ്റർ ലൈനിങ്ങാണ് ഇട്ടിട്ടുള്ളത് ക്രേപ്പിൻ്റെ. അപ്പോൾ വീണ്ടും പോളിസ്റ്റർ തന്നെ ഇടുമ്പോൾ നന്നായിട്ട് ചൂട് വരും ഡബിൾ ലൈനിങ് ആകുമ്പോൾ. അപ്പോൾ ചൂടില്ലാതിരിക്കാനാണ് കോട്ട ഇട്ടിട്ടുള്ളത്.
ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നല്ല വശത്തേക്ക് ചേർത്താണ് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അപ്പുറ വശം എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ വർക്ക് ചെയ്ത പോർഷൻ തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ വർക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. സിംഗിൾ ഫുട്ട് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ആലിയ കട്ടിൻ്റെ നമ്മൾ ആ യോക്കിൻ്റെ പോർഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് പറയുന്നത് 1 ഇഞ്ച് വരെ ഇട്ട് കൊടുക്കാം, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വർക്ക് ചെയ്ത് പോയാൽ മതി. കോട്ടൻ്റെ ലൈനിങ് ഇടുമ്പോൾ നമ്മൾ ആലിയ കട്ടിൻ്റെ ആ ഒരു താഴത്തെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കോട്ടൻ്റെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. ഇതേപോലെ താഴെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് വേണം വർക്ക് ചെയ്തെടുത്ത മെയിൻ പോർഷനിൽ ലൈനിങ്ങും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ആ താഴത്തെ സ്കേർട്ടിൻ്റെ പോർഷൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്കിൻ്റെ അകത്തെ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വി വരുന്ന ആ ഒരു ഷേപ്പിൽ തീരെ എൻഡ് വരെ കട്ടിങ് കൊടുക്കരുത്. തീരെ എൻഡ് വരെ കട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തയ്യലങ്ങ് വിട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് തീരെ എൻഡ് വരെ കൊടുക്കരുത്. ഇനി ഇതേപോലെ അകത്തേക്ക് തിരിച്ചിട്ടിട്ട് ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ തന്നെ സിംഗിൾ ഫുട്ട് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ മെറ്റീരിയൽ മീറ്ററിന് 50 രൂപയാണ് ആയത്. വീതി ഉള്ളതുകൊണ്ട് ഞാൻ 3.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് 2.5 മീറ്റർ ഉണ്ട്. മീറ്ററിന് 40 രൂപയാണ്. ബീഡ്സ് 60 രൂപയും. ഈ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് ഇതുപോലൊരു കുർത്തി കിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്ത ആ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. ഇനി ആ കോട്ടൻ്റെ ലൈനിങ് അകത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ദേ ഒരു പോർഷൻ കണ്ടോ, അതിങ്ങനെ വെളിയിലേക്ക് വന്ന് നിൽക്കും. ആ ഒരു പോർഷൻ ഇങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്യണം. ബീഡ്സിൻ്റെ സൈഡിൽ കൂടിയല്ല, സെൻറ്ററിൽ കൂടിയാണ് ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത്. ഒരു 3 ബീഡ്സ് ഗ്യാപ്പ് വിട്ട് വിട്ട് വേണം ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ അങ്ങ് ലാസ്റ്റ് വരെ കട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ അതിങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് അവിടെയും കൂടി നന്നായിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഡ്രസ്സിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ലൈൻ കുറച്ചാണ് എൻഡിൽ ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതേപോലെയാണ് യോക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.